എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പുതിയ റോയൽ എൻഫീൽഡിൻ്റെ 450 ഹിമാലയൻ 450ൻ്റെ ഒരു ചെറിയ യൂസർ റിവ്യൂ ആണ്. ഞാൻ ഓൾറെഡി ഓൺ ചെയ്യണ ഒരു വാഹനമാണ്. പിന്നെ ഒരു 770 കിലോമീറ്ററോളം ഞാൻ ഓടിച്ച് ഒരു 3-4 ട്രിപ്പൊക്കെ ഓൾറെഡി ഞാൻ അടിച്ചു കഴിഞ്ഞ്. അപ്പോൾ പുതിയ വണ്ടി, ഈ ഒരു വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ രീതിയിൽ ഇതൊരു ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ. ഇതിൻ്റെ മെയിനായിട്ടുള്ള പോസിറ്റീവ്സ് അതേപോലെ നെഗറ്റീവ്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ വരിക. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടി അടിപൊളി റോഡ് പ്രസൻസ് ആണ്. സിറ്റിയിൽ ഓടിക്കൽ ഈ വണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൻ്റെ ഗിയറിൻ്റെ നമ്മളെ പഴയ ഹിമാലയൻ്റെ ഫുള്ള് അതിൻ്റെ ക്യാരക്ടർ തന്നെ മാറിയിട്ട് ഫുള്ള് ഗിയറിങ്ങും എല്ലാ ടോർക്കും എല്ലാം നല്ല വ്യത്യാസമാണ്. ഒരു 4000 RPM മേലോട്ടായി ഈ ഹിമാലയനിൽ നമുക്ക് ഒരു ഫണ്ണ് കിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്ന് പറഞ്ഞാൽ നല്ല ഹീറ്റിംഗ് ആണ്. സിറ്റിയിലൊക്കെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ മറ്റേ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ അടിപൊളി ഹീറ്റിംഗാണ്. കാലൊക്കെ അങ്ങനെ പൊള്ളി പഴുക്കും. വണ്ടി ഒരു ഹൈവേ അതേപോലെ അങ്ങനെ മറ്റേ കുറച്ച് ലോങ് ഒക്കെ നമ്മൾ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ്. അത് ഈ ഒരു വണ്ടിക്ക് അത്രയും ടോപ്പ് വൈബാണ്. ഞാൻ ഇപ്പോൾ ഒരു വയനാട്ടിലേക്കൊക്കെ ഒരു ചെറിയ ട്രിപ്പൊക്കെ അടിച്ച് ഒരു എക്കോ ടൂറിസത്തിൻ്റെ വക റോയൽ എൻഫീൽഡിൻ്റെ വക തന്നെ ആയിട്ട് ഓഫ് റോഡ് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു. നല്ല സൂപ്പർ ആയിട്ടുള്ള യാത്രയ്ക്ക് ഓൺ റോഡ് കോസ്റ്റ് ആയത് 3,91,000 ഇത് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. ഹാൻഡിൽ ബ്ലാക്ക് പറഞ്ഞ ഒരു മോഡലാണ് ഇത്. ഇതിൽ ഞാൻ മറ്റേ ആക്സറീസ് ആയിട്ട് ഫിറ്റ് ചെയ്ത റേഡിയേറ്റർ ഗാർഡ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇതിൽ എഞ്ചിൻ ഗാർഡ്, എഞ്ചിൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 10,000 രൂപേൻ്റെ ഒരു ഗാർഡുണ്ട്. അത് അടിയിലും പിന്നെ അതിൻ്റെ കുറച്ച് കമ്പി കാര്യങ്ങളൊക്കെ അതിനായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു 2 സംഭവം ഞാൻ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹെൽമെറ്റും എല്ലാം കൂടി എനിക്ക് 4,10,000 രൂപയാണ് ഈ വണ്ടിക്ക് എനിക്ക് ഓൺ റോഡ് കോസ്റ്റ് ആയത്. 774 കിലോമീറ്റർ വണ്ടി ഓൾറെഡി റൺ ചെയ്ത് കഴിഞ്ഞ്. ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ മഴ ആയാലും ഒന്ന് ഒരു റിവ്യൂ ചെയ്താളാന്ന് വിചാരിച്ച്. വണ്ടീൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഭീകര ലുക്കാണ്. അടിപൊളി സാധനമാണ്. മറ്റുള്ള വണ്ടികളൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു കുട്ടി പോലെ തോന്നും. ഇത് നല്ല സൈസാണ് ഈ വണ്ടിക്ക്. പിന്നെ നമ്മൾ റോട്ടിലൂടെ അങ്ങനെ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് കോർണറിങ്ങും എല്ലാ കാര്യങ്ങൾക്കും ഒരു നല്ല കോൺഫിഡൻസ് കിട്ടും. നമ്മളൊരു ഹൈറ്റിലാണ് ഈ വണ്ടിയിലിരിക്കുക. അത്യാവശ്യം നല്ലൊരു പൊസിഷനിലാണ് ഈ വണ്ടിയിലാണ്. കോഴിക്കോടാണ് ഞാൻ സ്ഥലം. ഇവിടെ മഴ എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി തൊട്ടിട്ട് നിർത്താതെ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇടയ്ക്കൊരു ഒരു ഉച്ചക്ക് ഒരു ചെറിയൊരു സമയം നിന്നതല്ലാതെ മഴ അവിടെയും ഇവിടെയും വെള്ളം കയറിയിട്ടും ചെറിയ ചെറിയ രീതിയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. വണ്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് ഭാഗമാണ്. വണ്ടി പറഞ്ഞാൽ അപാര സംഭവമാണ്. കാരണം നമുക്ക് ഒരു ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കൊക്കെ ഒന്ന് കാലെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ 6.2 ആയിരുന്നതുകൊണ്ട് എനിക്കൊരു അത്ര ഒരു പ്രശ്നമല്ല. ഒരു 5.5 തൊട്ടിട്ട് ഉള്ള ആൾക്കാർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. അതിൻ്റെ താഴേക്കുള്ളവർക്ക് എന്തായാലും ഒന്ന് നോക്കേണ്ടി വരും വണ്ടി എടുക്കുമ്പോൾ. അത്യാവശ്യം വെയിറ്റും ഉണ്ട്. ഈ സ്റ്റാൻഡിൽ ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചെരിഞ്ഞിട്ടാണ് സ്റ്റാൻഡ് കിടക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ എടുക്കാനൊക്കെ അത്യാവശ്യം വെയിറ്റ് തോന്നിക്കും. ഞാൻ എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്തത് ഇതാണ്. റേഡിയേറ്റർ ഗാർഡ് ഒന്ന്, അടിയിൽ ഇഞ്ചൻ ഗാർഡ്, ഇതിൻ്റെ ക്രാഷ് ഗാർഡല്ല ഒരു ഇഞ്ചൻ ഗാർഡ് എന്ന് പറയും. ഇതെല്ലാം കൂടി എനിക്ക് ഏകദേശം ഇതിന് പുറമെ ഹെൽമെറ്റും എടുത്തിട്ടുണ്ട്. കമ്പനി വക ഒരു ഹെൽമെറ്റ് ഉണ്ട്. ഈ ഹെൽമെറ്റ് അല്ല, വേറെ ഹെൽമെറ്റാണ്. അത് കുറച്ചുകൂടി അടിപൊളി സാധനമാണ്. എല്ലാം കൂടി എനിക്ക് 20,000 ആക്സസറീസിനായിക്കണേ. വണ്ടിക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 3,91,000. വണ്ടിൻ്റെ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവമാണ്. ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ പിടിച്ചോടുത്ത് കിട്ടും. അടിപൊളി ബൈറ്റാണ്. പിന്നെ ഇതിലെനിക്കൊരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റിയത് ആകെ ഈ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ. അത് റേഡിയേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്കൊരു ഹീറ്റിംഗ് അടിക്കുന്നുണ്ട് നല്ല രീതിയിൽ. വണ്ടി ഈ ഷോർട്ട് ഗിയറിലൊക്കെ ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗിയർ മാറി മാറി പോകുമ്പോൾ നല്ല രീതിയിൽ വണ്ടീൻ്റെ ഹീറ്റിങ് കാലിലേക്ക് അടിക്കും. പൊള്ളിയിട്ട് തീരുമാനമാവും. ബാക്കിലുള്ള പില്ലിന് വരെ ഹീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ അത് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ആളുകൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണ നല്ലതായിരിക്കും. പിന്നെ ഒന്ന് പറഞ്ഞാൽ സീറ്റിങ് നല്ല വൈഡായിട്ടുള്ള സീറ്റാണെങ്കിലും അത്ര ഒരു എനിക്ക് ലോങ് അടിച്ചപ്പോൾ അത്ര അങ്ങോട്ട് സൂപ്പർ കംഫർട്ടായിട്ട് തോന്നില്ല. കുഴപ്പമില്ല, നമുക്ക് മേലോട്ടും ബാക്കോട്ടൊക്കെ അങ്ങനെ ഇറങ്ങി കയറിയൊക്കെ കളിക്കാം. പക്ഷേ ഒരു കംഫർട്ടിൻ്റെ ചെറിയ കുഴപ്പം തോന്നുന്നുണ്ട്. അതായത് ഒരു ജെല്ലി സീറ്റ് ടൈപ്പ് ആയിട്ട് തോന്നൂല. ഓക്കെയാണ്, അത്യാവശ്യം സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഹഗ് ചെയ്തിട്ട് പറഞ്ഞാൽ ഓഫ് റോഡൊക്കെ അടിക്കാൻ അടിപൊളിയാണ്. നല്ല ഫീൽ കിട്ടും. വണ്ടി ഓൾറെഡി നമ്മൾ മറ്റേ ഒരുവിധം ആക്സറീസ് കയറ്റാനുള്ളതൊക്കെ കയറ്റി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൽ ആകെ ഒരു ചെയ്യാനുണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇന്ത്യ ട്രിപ്പ് അടിക്കാനുള്ള ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞാൽ ഇവിടെ പുറത്ത് പെട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സെറ്റ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിനുള്ളൊരു സംഭവം ഇവിടെ ഫിറ്റ് ചെയ്യണം. അതിനൊരു 3,500 രൂപ റേഞ്ചാണ് അതിന് വരുന്നത്. അതേപോലെ ആ പെട്ടിയെല്ലാം കൂടി ഏകദേശം
15,000 റുപ്യാണ് ആ ഒരു 2 സൈഡത്തെ ബോക്സുകൾക്കുള്ള റേറ്റ് വരുന്നത്. മുകളിലുള്ള ബോക്സിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് തോന്നുന്നത്. 20 റുപ്യ 30 റുപ്യറ്റാണ് അതിൻ്റെ പറഞ്ഞത്. എല്ലാം കൂടി 60,000ഓളം ഓൾമോസ്റ്റ് അതിന് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാധനം കൂടി കയറ്റി കഴിഞ്ഞാൽ വണ്ടി ഓൾമോസ്റ്റ് ഫുള്ളായി. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് അത്യാവശ്യം ത്രോ കുറഞ്ഞൊരു ഹെഡ്ലൈറ്റാണ്. അപ്പോൾ നമ്മളെന്തായാലും ഓക്സിലറി ലൈറ്റ് ഇവിടെ ഫിറ്റ് ചെയ്തേ മതിയാവും. അതിന് നമ്മളെന്തെങ്കിലും ചെയ്യേണ്ടി വരും പുറത്ത് കൊടുത്തിട്ട്. നമ്മളിപ്പോൾ ലോങ് റൈഡൊക്കെ പോകുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവും. ലൈറ്റ് ഫിറ്റ് ചെയ്തില്ലേ അത്ര ക്ലാരിറ്റി ഇല്ലാതെ നമുക്കിത് കാണാൻ കഴിയുള്ളൂ. ഇപ്പോൾ ചെറിയ ചെറിയ റൈഡിനൊക്കെ പോകുമ്പോൾ ഓക്കെയാണ്. പക്ഷേ അത്യാവശ്യം ലോങ് അടിക്കുമ്പോൾ നമ്മൾ എന്തായാലും അങ്ങനെ ഒരു സംഭവം ചെയ്തേ മതിയാവും. ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നല്ല മഴയാണ്, അതിനോട് എനിക്ക് കാര്യമായിട്ട് വീഡിയോസൊന്നും അങ്ങനെ നല്ല രീതിയിൽ എടുക്കാൻ കഴിയുന്നില്ല. ഒരു വീതം ഒപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ എന്നെക്കൊണ്ട് അറിയുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു 700-750 കിലോമീറ്റർ ഓടിച്ചതിൻ്റെ രീതിയിലുള്ളൊരു യൂസർ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കൂടുതലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇനി വരും വീഡിയോകളിൽ നമുക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഈ മാലിനെ കുറിച്ചിട്ടുള്ള. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.